നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പ് അംഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പ്രമുഖരായിട്ടുള്ള 4 മുൻ KPCC അധ്യക്ഷന്മാരെ മത്സരിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. എന്ത് വില കൊടുത്തും അടുത്ത തവണ കേരളം പിടിക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ KPCC. എന്ത് വില കൊടുത്തും അടുത്ത തവണ കേരളം പിടിക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന KPCCയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് മുൻപിൽ ഇനി സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങളില്ല, മറിച്ച് ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഇനിയുള്ള അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ മുന്നോട്ടുള്ളത്. ഇതിപ്പോൾ K. സുധാകരനും VD സതീശനും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഇനിയില്ല ഒരു പരീക്ഷണം. പ്രായോഗിക തലത്തിൽ മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയരായിട്ടുള്ള നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. രാഷ്ട്രീയ മൂല്യങ്ങളെല്ലാം തന്നെ നശിച്ച് നെറികെട്ട രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്ന കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതിലേക്ക് എത്തി നോക്കുമ്പോഴും ഇന്നും ജനമനസ്സുകളിൽ തന്നെ ജീവിക്കുന്ന ഒട്ടനേകം നേതാക്കന്മാരുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ലാത്ത VM സുധീരൻ, അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരൊക്കെ തന്നെ അതിൽ പ്രമുഖരാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. എന്നാൽ പോലും രാഷ്ട്രീയത്തിൽ ഇവരെല്ലാം തന്നെ ഇപ്പോഴും സജീവമാണ്. ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലെങ്കിൽ പോലും KPCCയുടെ അമരത്ത് ഇവർ എത്തിയത് കേരളം ഇവരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു ചേർത്ത് നിർത്തലിൻ്റെ ഭാഗമായി, ആ ഒരു ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അംഗീകാരത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും ജനമനസ്സുകൾക്കിടയിൽ തന്നെ വലിയ സ്ഥാനമുള്ള ഈ 2 മുൻ KPCC അധ്യക്ഷന്മാരും അവർക്ക് സീറ്റ് നൽകാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ ഇനി സ്ഥാനമാനങ്ങളൊന്നും വഹിക്കുന്നില്ല എങ്കിലും അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാ ദിവസങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പരിപാടിയിൽ അദ്ദേഹം ഉദ്ഘാടകനായിട്ട് ഉണ്ടാകാറുണ്ട്. അത് മാത്രമല്ല, ഇനി മത്സരരംഗത്തേക്കില്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്നും അതുവഴി പൂർണ്ണമായിട്ടും അവിടുത്തെ സീറ്റുകൾ, പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയ കോഴിക്കോട് ജില്ലയിലെ സീറ്റുകൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുഖമായി മുല്ലപ്പള്ളി രാമചന്ദ്രനെ അവിടെ ഇറക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ല പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഇതാണ് KPCC അടക്കം ഇപ്പോൾ കൈക്കൊള്ളാൻ പോകുന്ന ഒരു പ്രധാന തീരുമാനം. അത് പ്രകാരം മുല്ലപ്പള്ളിക്ക് കൊയിലാണ്ടിയിലോ നാദാപുരത്തോ ആണ് സീറ്റ് നൽകാനായിട്ട് കൂടുതലും സാധ്യത. ഒരുപക്ഷെ നാദാപുരത്തായിരിക്കാം കൂടുതലും സാധ്യത കാണുന്നത്. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റുപോയ DCC അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ, അദ്ദേഹം കൊയിലാണ്ടിയിൽ മത്സരിക്കാനാണ് സാധ്യത. നാദാപുരം മണ്ഡലത്തിലാകട്ടെ മുല്ലപ്പള്ളി അനായാസം വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം തന്നെ ഇപ്പോൾ ഒന്നടങ്കം പറയുന്നത്. ഇപ്പോൾ LDFന്റെ കൈവശമാണ് നാദാപുരത്തെ MLA സ്ഥാനമുള്ളത്. മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാവുകയും അതുവഴി ആ ഒരു ഇടത് മണ്ഡലം പിടിച്ചെടുക്കാമെന്ന പ്രതീതി അത് ഉണ്ടാക്കുക വഴി അതിന് തൊട്ടടുത്തുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം അത് വലിയ രീതിയിലുള്ള പ്രതിഫലനങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കുമെന്നും ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പാണ്. അതുവഴി തൊട്ടടുത്തുള്ള കുറ്റിയാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, തിരുവമ്പാടി, ബാലുശ്ശേരി തുടങ്ങിയ നിലവിലെ ഇടത് മണ്ഡലങ്ങളെല്ലാം തന്നെ വലിയൊരു തരംഗമുണ്ടാക്കിക്കൊണ്ട് അത് UDFന് നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. പ്രവീൺ കുമാർ, അഭിജിത്ത്, അഡ്വക്കേറ്റ് K. ജയന്ത്, പാറക്കൽ അബ്ദുള്ള തുടങ്ങിയ UDFന്റെ പ്രമുഖ നേതാക്കൾ സ്ഥാനാർത്ഥികളായിട്ട് അവിടെ എത്തുന്നതോടുകൂടി കോഴിക്കോട് ജില്ലയിലെ ഒട്ടനവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസിനും UDFനും സാധിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അതാണ് മുല്ലപ്പള്ളി എന്ന ജനകീയ നേതാവിനെ KPCC ഏൽപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വലിയ ദൗത്യം. ഇതിന് സമാനമാണ് VM സുധീരൻ്റെ കാര്യമുള്ളത്. കോൺഗ്രസിന് വേണ്ടി ഏത് സംസ്ഥാനത്തും ഏത് മണ്ഡലത്തിലും പോയി പ്രവർത്തിക്കാൻ ഒരു മടിയുമില്ലാതെ അവിടെ മത്സരിച്ച് സീറ്റുകൾ തിരിച്ചു പിടിക്കാനും VM സുധീരൻ ഈ വയസ്സിലും തയ്യാറാണെങ്കിലും അദ്ദേഹം ഇനി മത്സരിക്കില്ല എന്നൊരിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്നും മാറ്റമുണ്ടാക്കാനായിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് KPCC ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ സുധീരൻ്റെ പഴയ തട്ടകമായിട്ടുള്ള തൃശ്ശൂരിലേക്ക് തന്നെ അദ്ദേഹത്തെ നിയോഗിക്കുന്നതായിരിക്കും. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ജില്ലയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ല. സംസ്ഥാനം മൊത്തം UDF തരംഗം ആഞ്ഞു വീശിയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റുപോയതാകട്ടെ തൃശ്ശൂരിലാണ്. അതും K. മുരളീധരനാണ് അവിടെ തോറ്റുപോയത്. ആ ഒരു തോൽവിക്ക് കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് മാത്രമാണ്. അതിനി പറ്റില്ലെന്നും കോൺഗ്രസിൻ്റെ പഴയ പ്രതാപം അത് വീണ്ടെടുക്കണമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ VM സുധീരനെ KPCC തൃശ്ശൂർ ജില്ലയിൽ ഇറക്കാനായിട്ട് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, മത്സരിക്കണമെന്ന കാര്യത്തിലും സമ്മതിപ്പിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകമായിട്ടുള്ള മണലൂർ സിറ്റി തന്നെ നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. തൃശ്ശൂരിൽ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള ഏക കാരണം ഗ്രൂപ്പ് നേതാക്കൾ നേതൃത്വത്തിൽ ഇരിക്കുന്നതാണെന്നും അവിടേക്ക് VM സുധീരൻ എത്തുന്നതോടുകൂടി കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കെട്ടായി തൃശ്ശൂരിലെ കോൺഗ്രസ് മാറുമെന്നും, മാത്രമല്ല സുധീരൻ്റെ ആ ഒരു വരവ് അത് ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തന്നെ അത് മാറുകയും ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ അവർ ഒന്നടങ്കം സുധീരന്റെ മുന്നിൽ അണിനിരക്കുമെന്നും ഉറപ്പാണ്.
അതിനോടൊപ്പം തന്നെ മണലൂരിൽ അംഗം കുറിക്കാനായിട്ട് സുധീരൻ തയ്യാറായാൽ അതേ ആവേശം കുന്നംകുളത്തും അതോടൊപ്പം തന്നെ വടക്കഞ്ചേരിയിലും തൃശ്ശൂരും ഒല്ലൂരും ഗുരുവായൂരിലും അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിലും ഒക്കെ തന്നെ അടക്കം ആ ജില്ലയുടെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ആഞ്ഞടിക്കുമെന്നും ശക്തമായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരം അത് LDFിൻ്റെ അടിത്തറ ഇളക്കുമെന്നും KPCC നടത്തിയ നിരീക്ഷണത്തിൽ തന്നെ പറയുന്നുണ്ട്. ആകെ 13 നിയമസഭാ മണ്ഡലങ്ങളുള്ള തൃശ്ശൂരിൽ ഭൂരിഭാഗവും നേടാൻ സുധീരൻ്റെ വരവോടും സ്ഥാനാർത്ഥിത്വത്തോടും കൂടി സാധിക്കുമെന്നതിനാൽ തന്നെ KPCC ഇനി രണ്ടാമതൊന്ന് ചിന്തിക്കാനായിട്ട് സാധ്യതയില്ല. അതുമാത്രമല്ല അതിന് സുധീരനും എതിരെ പറയില്ല എന്നൊരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉള്ളത്. അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള K മുരളീധരൻ തിരുവനന്തപുരത്തിൻ്റെയും രമേശ് ചെന്നിത്തല ആലപ്പുഴയുടെയും ഇതേ ചുമതല ഏറ്റെടുക്കാനും ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും മുല്ലപ്പള്ളിയെയും സുധീരനെയും സ്ഥാനാർത്ഥിയാക്കുക വഴി ഒരു മണ്ഡലം മാത്രമല്ല ആ ഒരു ജില്ല തന്നെ പിടിച്ചെടുക്കാമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ആ ലക്ഷ്യത്തിൽ ഇപ്പോൾ KPCC നീക്കങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.